നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഇങ്ങനൊരു സ്വാഗതം പറഞ്ഞ് നിങ്ങളെ എപ്പോഴും ഞാൻ അനയിക്കാറുള്ളത് ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽസിന്റെ ലോകത്തിലേക്കാണ്. ഇന്ന് ഇവിടെ എല്ലാം ശൂന്യമാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് അറിയാവുന്ന പോലെ ഒരുപാട് പേര് വിളിച്ച് അന്വേഷിച്ചിരുന്നു, ഫോൺ ചെയ്തിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ ഇന്ന് ഓൺലൈൻ സെക്ഷൻ നമുക്ക് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഒരുപാട് പേര് അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരുടെയും ആശങ്കകൾക്കൊക്കെ ഒരു ഉത്തരമായിട്ടൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വയനാട്ടിൽ ഉണ്ടായ വൻ ദുരന്തം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റേതായ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഒരുപാട് നമ്മുടെ ചാലിയാർ പുഴയിലും വെള്ളം ഒരുപാട് വന്നിരുന്നു. അപ്പോൾ ഒത്തിരി പേർക്ക്, നമ്മൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയുന്ന പോലെ 2019 2019 ഇതുപോലെ സമാനതകളില്ലാത്ത ഒരു പ്രളയം നമ്മൾ കണ്ടതാണ്. അന്നാണ് ആദ്യമായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലും അന്ന് ആദ്യമായിട്ട് 2018 ഓൺവേർഡ്സ് ആണ് ഇങ്ങനെ ഒരു പ്രളയത്തിൻ്റെ ഒരു ഇത് വരാൻ തുടങ്ങിയത്. അന്ന് നമ്മുടെ കവളപ്പാറയിലും പുത്തുമലയിലൊക്കെ ഉരുൾപൊട്ടിയിട്ട് നമ്മുടെ ചാലിയാറിൽ ഒത്തിരി വെള്ളം വന്ന് നമ്മുടെ ഇവിടെയും ഒക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. നമ്മുടെ വീടും നമ്മളെല്ലാ വീടുകളെല്ലാം ഇവിടെ ഉണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം വീടും പിന്നെ നമ്മൾ ഷോപ്പിലും അന്ന് ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് വെള്ളം നിറഞ്ഞ് ഫസ്റ്റ് ഫ്ലോർ വരെയും കയറി ചേറും ചെളിയുമായിട്ട് അന്ന് ടോട്ടൽ ലോസിലോട്ട് പോയതാണ്. അപ്പോൾ അത്തരം ഒരു ആശങ്കകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അതേ ഒരു സിറ്റുവേഷൻ പോലെയാണ് വന്നത്. ഒരുപാട് വെള്ളം വന്നു. പക്ഷെ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് പകൽ സമയത്ത് ഒത്തിരി മഴയുണ്ടായില്ല. പിന്നെ വെള്ളം കയറി വന്നെങ്കിലും പിന്നെ അതിപ്പോൾ കുറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു മുൻകരുതൽ എന്നോണം നമ്മൾ എല്ലാ മെറ്റീരിയൽസും ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഒരുപാട് ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. ഇന്നൊരു ഏകദേശം ഒരു 6-7 hours എടുത്തു. അത്രയും ഇനിയും കുറച്ച് കാര്യങ്ങൾ ലൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് മഴയ്ക്കൊക്കെ ഒരു ശമനം വന്നതുകൊണ്ടും പിന്നീട് എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ നമുക്കത് ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസത്തിൽ കുറച്ചൊക്കെ, കാരണം അത്രത്തോളം പ്രയാസകരമായ ഒരു ടാസ്ക് തന്നെയായിരുന്നു. അത് നമ്മളൊപ്പം നമ്മളെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരുടെ ഹസ്ബൻഡ്സ്, പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇന്ന് ഒത്തിരി ഇവിടെ നിന്ന് വീടൊരു 100 മീറ്റർ അത്ര കഷ്ടിയുള്ളൂ ഇവിടെ നിന്ന്. പക്ഷേ കാറിൽ മെറ്റീരിയൽ എല്ലാം നനയാതെ കൊണ്ടുപോകണ്ടേ, എല്ലാം കയറ്റി വീട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എല്ലാം ഷിഫ്റ്റ് ചെയ്ത് സേഫായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരും ഒട്ടും അറിയിടാവണ്ട, നിങ്ങളുടെ ഓർഡേഴ്സ് മെറ്റീരിയൽസ് ഇവിടുന്ന് അയക്കാത്തതെല്ലാം നമ്മുടെ അടുത്ത് സുരക്ഷിതമാണ്. അതിൻ്റെ എല്ലാം സുരക്ഷിതത്വം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ ആ ഒരു പ്രളയകാലത്ത് നമ്മൾ അന്ന് ആരും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഒത്തിരിയും നഷ്ടങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും വേദനിപ്പിച്ച് നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തന്ന അന്ന് അതൊക്കെ അങ്ങനെ അവരുടെ വേദനയോട് ഇങ്ങനെ ചേറിലും ചെളിയിലും പൊതിഞ്ഞ് അതൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ ഒത്തിരി പ്രയാസകരമായ അനുഭവങ്ങളിലൂടെയാണ് അന്ന് കടന്നുപോയത്. അപ്പോൾ വീണ്ടും നമുക്കിങ്ങനെ ഒരു സാവകാശ ടൈം കിട്ടിയപ്പോൾ ഇനി എന്തായാലും ഒരു ആശങ്കകളൊന്നും നിലനിർത്തി അങ്ങനെ വേണ്ട. വെള്ളം വരികയോ വരാതിരിക്കുക, ഏതായാലും നമ്മൾ മുൻകരുതൽ എന്നോണം ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരും, നമ്മൾ വെനസ്ഡേ നമ്മൾ പതിവ് വീഡിയോ ഉണ്ടാവില്ല. നാളെ ഓൺലൈനും ഓഫ്ലൈനും എല്ലാ ഷോപ്പും എല്ലാം ലീവാണ്. ഇതെല്ലാം കാരണം മെറ്റീരിയൽ എല്ലാം അങ്ങ് മാറ്റേണ്ട സാഹചര്യം ഒന്നുമില്ല. ഇനി നമുക്കൊന്ന് നോക്കിയിട്ട് ഒക്കെ തേഴ്സ്ഡേ എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വരും, മെറ്റീരിയലുമായിട്ട് വരും. മെറ്റീരിയൽ വന്നാൽ ഇനിയിപ്പോൾ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യലൊക്കെ നല്ലൊരു ഇതാണ്. അപ്പോൾ ഷോപ്പിൽ വരുന്നവർ 1-2 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുമായിരിക്കും നല്ലത്. ഒന്ന് അന്വേഷിച്ചിട്ട് വരണം. ബാക്കി ഓൺലൈൻ നമ്പേഴ്സ് ഒന്നും വർക്ക് ചെയ്യില്ല നാളെ. തേഴ്സ്ഡേ അനുകൂലമായ സാഹചര്യങ്ങളാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് വീഡിയോ ഇടും. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അപ്പോൾ ഇതാണ് സാഹചര്യങ്ങൾ. ഇതൊന്ന് നേരിട്ട് കണ്ട് നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. കാരണം ഇന്ന് ഒത്തിരി പേര് വിളിച്ചിട്ട് എനിക്ക് കോളുകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിൻ്റെ എല്ലാവരും കോർഡിനേഷനായിട്ട് കാര്യങ്ങളും എല്ലാം കറണ്ട് ഇത് അങ്ങനെ വന്നും പോയതാണ് പ്രശ്നം. കറണ്ട് വീണ്ടും പോയി. ഇപ്പോൾ ഏതായാലും ഞാൻ അതിന് പവർ വരാൻ വെയിറ്റ് ചെയ്യണില്ല, വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണേ. കാരണം നമുക്കറിയാം ഇന്നിപ്പോൾ ഏതായാലും മഴയ്ക്ക് നല്ല ശമനമുണ്ട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മളൊന്ന് ഭീതിപ്പെടുത്തിയെങ്കിലും ഒരു വെളുപ്പിന് 3 മണി തൊട്ട് നമ്മൾ ഉറങ്ങാതിരിക്കുകയായിരുന്നു. ഇങ്ങനെ നേരെ ഒന്ന് വെളുത്ത് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയിൽ എന്താവും എന്നുള്ളത്. അപ്പോൾ തൊട്ടിട്ട് നമ്മളെ കുട്ടികളെല്ലാ സ്റ്റാഫും അവരൊക്കെ ചേച്ചി എപ്പോൾ വേണേലും വരാൻ റെഡിയാണെന്ന് പറഞ്ഞ് അതൊക്കെ തരുന്നൊരു ആത്മവിശ്വാസം വളരെ വലുതാണ്. അതല്ല നമ്മൾ കേരളക്കാരുടെ ഒരു രീതി, അതിൻ്റേതൊരു നമുക്ക് ശരിക്കും അഭിമാനത്തോടു കൂടി പറയാം. എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഒന്ന് കൈ പിടിച്ച് നടത്താനും തോളോട് തോൾ ചേർന്ന് വർക്ക് ചെയ്യാനൊക്കെ ഒത്തിരി പേര് ഓടിയെത്തുന്നു. അതൊരു ഭയങ്കര ഒരു ഇതാണ്. നമുക്ക് ദൈവാനുഗ്രഹത്തോടൊപ്പം അതുപോലെ ഒരു സാഹചര്യം കിട്ടിയത്, ഒത്തിരി പേരുടെ സഹായം കിട്ടിയത് വളരെ വലിയൊരു കാര്യമാണ്. ഓരോ വീഡിയോ അവസാനിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, വീണ്ടും കാണാമെന്നൊരു ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി എന്ന് പറയാറുണ്ട്. അത് നമുക്ക് ഓരോ ശുഭപ്രതീക്ഷകളാണ്. നമുക്ക് നമുക്ക് ഏതിനും ഒരു ഉറപ്പില്ലാത്ത സാഹചര്യങ്ങളല്ലേ, നമുക്കറിയില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഇന്നും വീട്ടിലുമായി കാണാമെന്നൊരു പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാതെ. പക്ഷേ ഇങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ പിന്നെ അമ്മച്ചിയുടെ വിവരങ്ങൾ ഒരുപാട് പേര് എന്നും അന്വേഷിക്കാറുണ്ട്. അമ്മച്ചിയുടെ സ്ഥിതിയും വളരെ മോശമാണ്. കുറച്ച് പ്രായത്തിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. വെന്റിലേറ്ററിൽ നിന്നൊക്കെ മാറ്റി ICUവിൽ നിന്നും മാറ്റി റൂമിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ക്രിട്ടിക്കൽ കണ്ടീഷൻ തന്നെയാണ്. കുറച്ച് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്, ഒരുപാട് വേദനകളും
അങ്ങനെ ആ ഒരു സാഹചര്യങ്ങൾ അപ്പോൾ എല്ലാം കൂടി മുൻകെട്ട് അമ്മച്ചിയെ ഇവിടുന്ന് അമ്മച്ചിയുടെ സേഫ്റ്റി എല്ലാം നമുക്കൊരു പ്രളയ സാധ്യത വന്ന ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടിയാണ് അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ഒന്നുമില്ലാത്ത ശൂന്യമായ ഈ ഫാബ് ലൈൻസിൽ നിന്നൊരു വീഡിയോ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നത്. എങ്കിലും നമ്മൾ കരുത്തോടുകൂടി തിരിച്ചു വരും ദൈവാനുഗ്രഹത്താൽ. ഒന്നും പ്രത്യേക ദുരന്തങ്ങളൊന്നും ഒന്നും ഇനി വരാതിരിക്കട്ടെ, വരില്ല എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മെറ്റീരിയൽസുമായിട്ട് ഒരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം